but only one little duck came back. One little duck went swimming. ഈ റോസു എന്തൊരു ഒച്ചയ്ക്കാണ് TV വെച്ചിരിക്കുന്നത്. ആരെങ്കിലും വിളിച്ചാൽ കൂടി കേൾക്കത്തില്ല. ഈ പയറ് ഒരുത്തി വെച്ചിട്ട് വേണം വേറെ എന്തെങ്കിലും കൂടി ഉണ്ടാക്കാൻ. റോസു ഇതൊന്നും കഴിക്കത്തില്ല. ആ ദേ വരണു. ഇത് ഏതായാലും വെന്തിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ടേക്കാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇനി മറന്നു പോവും. ഈ കുട്ടി എന്തിനായിരിക്കും വിളിക്കുന്നേ? എന്നെ അടുക്കളയിൽ ഒരു ജോലി ചെയ്യാനും സമ്മതിക്കത്തില്ല. ഈ വിളിയോട് വിളിയാണ്. ആ ഞാൻ ദേ വന്നു. നീ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നേ? എന്താ കാര്യം എന്ന് വെച്ചാ പറയും ഇങ്ങോട്ടേക്ക്. മമ്മി, എനിക്ക് ബോറടിച്ചിട്ട് പാടില്ല. ഞാനൊന്ന് മുറ്റത്തൊക്കെ പോയി കളിച്ചോട്ടെ. അതൊന്നും പറ്റത്തില്ല. ഡോക്ടർ എന്താ പറഞ്ഞത്? റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞത്. പുറത്തു പോയി കളിക്കാനായിരുന്നെങ്കിൽ പിന്നെ നിനക്ക് സ്കൂളിൽ പോകാൻ പാടില്ലായിരുന്നോ? ഈ മമ്മിയുടെ ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ മുതൽ സ്കൂളിൽ പോകാൻ പോവാ. എനിക്ക് പറ്റത്തില്ല ഇവിടെ ഇരിക്കാൻ ഇങ്ങനെ. അല്ലെങ്കിൽ നാളെ മുതൽ നീ സ്കൂളിൽ പോണം. ഇവിടെ ഇങ്ങനെ കാർട്ടൂൺ കണ്ടിരുന്നിട്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. നാളെ പോണം ഏതായാലും. രക്ഷപ്പെട്ടു. എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടാ. നീ ആ നോട്ട്ബുക്ക് എടുത്തു വെച്ചിട്ട് വാട്സപ്പിൽ വന്നിരിക്കുന്ന നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തേ. വെറുതെ ഇങ്ങനെ ഇരുന്ന് കാർട്ടൂൺ കണ്ട് കണ്ട് തലയ്ക്കും കണ്ണിനും സ്ട്രെയിൻ ആവോ. ഇത് കണ്ണ് വല്ലാണ്ട് വേദന എടുക്കൂട്ടോ. കാർട്ടൂൺ കണ്ടുകൊണ്ടിരുന്ന കണ്ണിനും തലയ്ക്കും റെസ്റ്റ് കിട്ടൂല കേട്ടോ. നീ ആ നോട്ട് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്ക്. ഓ ശരി മമ്മി. ആരോ വന്നിട്ടുണ്ട്. മമ്മി ആദ്യം പോയി അത് ആരാണ് നോക്ക്. ഓ പിന്നെ അതിപ്പോ നീ പറഞ്ഞിട്ട് വേണം ഞാൻ പോയി നോക്കാന്. ദൈവമേ, അത് എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയാ മതിയായിരുന്നു. ആ ഇത് റോസുവിന്റെ ഫ്രണ്ട്സ് ആണല്ലോ. കേൾവാ മക്കളെ, റോസ് അകത്തുണ്ട്. മമ്മി, റോസുവിന് ഇപ്പോ എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല മക്കളെ, അവളത് ആ റൂമിലുണ്ട്. അങ്ങോട്ട് ചെല്ലട്ടോ നിങ്ങള്. ഓക്കേ മമ്മി. ഹായ് റോസു, നിനക്ക് ഇപ്പോ എങ്ങനെയുണ്ട്? നിന്റെ വേദനയൊക്കെ കുറഞ്ഞോ? ആ വേദനയൊക്കെ മാറിയിടി. എനിക്ക് ഇവിടെ ഇരുന്ന് ആകെ ബോറടിച്ചു. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു നിങ്ങൾ ആരെങ്കിലും ഒന്ന് വന്നായിരുന്നെങ്കിലെന്ന്. അതെയോ? അതാണ് ഫ്രണ്ട്ഷിപ്പ്. നീ മനസ്സിൽ വിചാരിച്ചപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തിയില്ലേ? അവിടെ ചെയർ കിടപ്പുണ്ട്. നിങ്ങൾ അത് എടുത്തിട്ട് ഇരിക്ക്. എന്താ സ്കൂളിലെ വിശേഷങ്ങള്? സ്കൂളിൽ ഒരുപാട് പഠിപ്പിച്ചു. ഓ, അപ്പൊ എനിക്ക് ഒരുപാട് എഴുതിയെടുക്കാനുണ്ടല്ലേ? മമ്മി ഇപ്പോഴും കൂടി പറഞ്ഞോളൂ നോട്ട് കംപ്ലീറ്റ് ആക്കാൻ. നാളെ ഞാൻ വരും. നാളെ വരുമോ നീ? നീ ഇല്ലാഞ്ഞിട്ട് ഒരു രസം ഉണ്ടായില്ല. ഈ ആവി എന്നാ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എന്തിനാ നീ ഒന്നും മിണ്ടാത്തെ? ഞാൻ നിങ്ങൾ പറയണതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എങ്ങനെയാ വന്നേ? ഞാൻ ചോദിക്കാൻ മറന്നുപോയി. നിങ്ങൾ യൂണിഫോം പോലും മാറിയിട്ടില്ലല്ലോ. സ്കൂളിൽ നിന്ന് നേരിട്ട് പോകാമോ ഇങ്ങോട്ടേക്ക്? അല്ല അല്ല, എന്റെ പപ്പ ടൗണിൽ പോയപ്പോ ഞാൻ അതിന്റെ കൂടെ വന്നതാ. അപ്പൊ ഞാൻ ഏഞ്ചലിനെ വിളിച്ചു എനിക്കൊരു കൂട്ടിന് വേണ്ടിയിട്ട്. പപ്പയ്ക്ക് ടൈമില്ലാത്ത കാരണം കൊണ്ട് പപ്പ പറഞ്ഞു യൂണിഫോം ഒന്നും മാറണ്ട, പെട്ടെന്ന് വന്ന് വണ്ടി കയറാൻ. ഈ വീട്ടിലിരിക്കുന്ന ഭയങ്കര ബോറാണ്. കുറച്ചു ദിവസം വീട്ടിലിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അത് നമ്മള് സ്കൂളിൽ പോണത് തന്നെയാ നല്ലത്. എന്നിട്ട് വൈകുന്നേരം ഇത്തിരി നേരമൊക്കെ കളിക്കാൻ കിട്ടുമ്പോ നല്ല രസാ. ഞാനേ അടുക്കളയിൽ ഇത്തിരി തിരക്കിലായി പോയി. ഒരു പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്കൂളിൽ എന്തൊക്കെ വിശേഷം? ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലേ? റോസലിക്ക് ഒരുപാട് നോട്ട് എഴുതാനുണ്ട്. മിസ് നോട്ടൊക്കെ വാട്സപ്പിൽ അയച്ചു തന്നു. പക്ഷെ ഇവള് ഇതുവരെ ഒന്നും എഴുതിയിട്ടില്ല. നാളെ നിങ്ങളും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ നോട്ട്ബുക്ക് കൊടുത്താൽ മതി. അവള് ഇന്റർവെൽ ടൈമിലൊക്കെ ഇരുന്ന് എഴുതി തീർത്തോളും അത്. ഓ, അതിനെന്താ മമ്മി, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാലോ റോസിനെ. അത് പപ്പയുടെ വണ്ടിയുടെ ഹോണടി ആണല്ലോ. റോസ് വന്ന് ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. നാളെ സ്കൂളിൽ വരുമ്പോ